നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതൊക്കെ ഗോപിക എന്നെ അന്യനായിട്ട് കാണുന്നതുകൊണ്ടുള്ള തോന്നല. തന്റെ ചേച്ചി എന്ന് പറയുമ്പോ അത് എന്റെയും കൂടെ ചേച്ചിയല്ലേ. നമുക്ക് നല്ലൊരാളെ കണ്ടുപിടിച്ച് കെട്ടിക്കാന്നേ. അതോടെ നമ്മുടെ ലൈൻ ക്ലിയർ ആയി കിട്ടും. ഗോഡ് ഈസ് ഗ്രേറ്റ്. എനിക്ക് ജോലി ശരിയായിന്ന് പറഞ്ഞിട്ട് നല്ലൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. എന്താ ആന്റിക്ക് ഇഷ്ടായില്ലേ? അതുകൊള്ളാം. നിനക്ക് ജോലി കിട്ടിയതിന് ഞാനും നിന്നെ സന്തോഷിക്കുന്നെ. എന്നെ മക്കളെ ഇവിടെ വിട്ടിട്ട് നീയും നിന്റെ അനുജത്തിയും കൂടി നാട് വിട്ട് പോവല്ലേ? ഒന്നാമത് എന്നോടും പിള്ളാരോടും ഒരു അനുവാദം പോലും ചോദിക്കാതെ ഉള്ള ഈ വീടും കൂടി വിറ്റ് കളഞ്ഞില്ലേ? നിനക്ക് ജോലിന്നും കൂലിന്നും പറഞ്ഞ് ഞങ്ങളെ കളഞ്ഞിട്ടങ്ങ് പോവാം. എനിക്കും കൂടി അവകാശം ഉണ്ടായിരുന്ന വീടായി ഇത്. വിൽക്കുമ്പോ ഒരു വാക്ക് എന്നോട് ചോദിച്ചായിരുന്നോ നീ? അച്ഛനോടും കൂടി ഞാൻ ചോദിക്കുന്നെ. ഞങ്ങളെ പെരുവഴിയിലാക്കിയിട്ട് സന്തോഷിക്കാൻ പോവാണോ? അതെന്ത് വർത്തമാനാ സുലോചനെ? ഈ വീട്ടിൽ നിനക്ക് എന്ത് അവകാശമുള്ളത്? മോഹനൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാ ഇത്. കഷ്ടകാലത്തിന് അത് പൂർത്തിയാക്കി കയറിക്കിടക്കാനുള്ള ഭാഗ്യം പോലും ഉണ്ടായില്ല. ബാക്കിയെല്ലാം ചെയ്തത് ശ്രീകല ഇവളും കൂടിയല്ലേ. നിന്നെ മോളെയും ഇത്രയും കാലം ഒരു കുറവും വരാൻ നോക്കിയതാണോ കുറ്റം? പിന്നെ മോഹന് കൊടുത്തതുപോലെ അതിനേക്കാളും കൂടുതൽ ഒന്നും നിനക്കല്ലേ. എല്ലാം വിറ്റു തുളച്ചിട്ട് വല്ലവരുടെ അധ്വാനത്തിന് കണക്ക് പറയുന്നു. കണ്ടോ ഉടനെ അച്ഛന്റെ മറുപടി കേട്ടില്ലേ? ഇതാ ഞാൻ എപ്പോഴും പറയുന്ന, ഞാനും മക്കളും നിങ്ങൾക്കൊക്കെ വകയില്ലാത്തവരും ഗതിയില്ലാത്തവരും തന്നെയാ. അയ്യോ, അവകാശമല്ല. നിങ്ങളൊക്കെ കൂടി കെട്ടിപ്പെറുക്കി ഇവിടുന്ന് പോയാ ഞാനും എന്റെ മോളും പെരുവഴിയിലാവൂലേ? അതാ കേറി കിടക്കാനുള്ള അവകാശമൊന്നും ഞാൻ പറഞ്ഞത്, അല്ലാതെ സ്വത്തിന്റെ കണക്കൊന്നും അല്ല. എന്താ ആന്റി ഇങ്ങനൊക്കെ പറയുന്നേ? അമ്മയും ആന്റി എനിക്ക് രണ്ടാണോ? അമ്മയും ആന്റി എനിക്ക് ഒരുപോലെയാ. അഞ്ജിത എന്റെ അനിയത്തിയല്ലേ. ഞങ്ങള് 3 പെൺകുട്ടികൾക്കും ആകെയുള്ള ആങ്ങളെയല്ലേ അനീഷേട്ടൻ. ആ പിന്നെ അനീഷേട്ടനോട് ജോലിയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ടൗണിൽ എവിടെയെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കാന്ന് ഏട്ടൻ സമ്മതിക്കുകയും ചെയ്തു. നമ്മളെല്ലാവരും കൂടി പോകുന്ന കാര്യം ഞാൻ പറഞ്ഞത്. അമ്മയുടെ സ്ഥാനത്താ എനിക്ക് ആന്റി. ആന്റിയെ മക്കളെ മറന്ന് ഞാൻ ചിന്തിക്കൂ ആന്റി. ഇപ്പൊ എന്ത് പറയുന്നടി? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ആര് മറന്നാലും ദൈവമോൾ അങ്ങനെ ചെയ്യില്ലെന്ന്. ഇവളാ പറഞ്ഞത് ഞങ്ങളെ ഒറ്റയ്ക്കാക്കിട്ട് നിങ്ങൾ പോവെന്ന്. എന്താ അഞ്ജിത നീ അങ്ങനെ പറഞ്ഞത്? ഞാൻ നിങ്ങളെ വിട്ടിട്ട് പോവോ? എനിക്കതിന് കഴിയോ? എന്തായാലും ഞാൻ പോയിന്ന് ഫ്രഷ് ആയിട്ട് വരാം. ശരി മുത്തശ്ശ. എന്തോന്ന് തിരുവനന്തപുരത്ത് എത്തിയിട്ട് വേണം കളി തുടങ്ങാൻ. ശരിയാക്കി തരാടി നിന്നെയൊക്കെ. അവളും അവളുടെ അനിയത്തിയും അങ്ങ് ദുബായി കിടക്കുന്ന അവളുടെ തള്ളയും വാലില് തീ പിടിച്ച പോലെ ഓടും. ആ ഓട്ടം ജീവിതകാലം മുഴുവനും ഞാൻ ഓടിച്ചോണ്ടേയിരിക്കും. ഓരോ പണികളും തീരുമ്പോ പുതിയ പണികളും ഞാൻ വെച്ചു കൊടുത്തോണ്ടേയിരിക്കും. അവളുടെ ഒരു ജോലി അത് ഞാൻ തെറിപ്പിക്കും. അങ്ങനെ ഇപ്പൊ നീ ഉദ്യോഗക്കാരി ആവണ്ടടി. എന്റെ മോള് മാത്രം നന്നായിട്ട് ജീവിച്ചാ മതി. പെരുമാക്ക് പറഞ്ഞ പോരാ, ചെയ്ത് കാണിക്കണം. അതാണ് മിടുക്ക്. ഞങ്ങള് ഈ നാടും വീടും ഒക്കെ വിട്ട് തിരുവനന്തപുരത്തേക്ക് പോവാ. ചേച്ചിക്ക് അവിടെ ഒരു സ്കൂളിൽ ജോലി കിട്ടി. നമുക്ക് തമ്മിൽ ഇനി കാണാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല. തിരുവനന്തപുരത്തോട്ടല്ലേ? എടോ, ഞാൻ സ്ഥിരതാമസം അവിടെയല്ലേ. അവിടെയല്ല ഞങ്ങളുടെ ബിസിനസ്സും വീടും ഒക്കെ.
ഇവിടെ ഏട്ടന്റെ അസുഖമായിട്ട് വൈദ്യമഠത്തില് ട്രീറ്റ്മെന്റ് വന്നതല്ലേ ഞങ്ങള്. ഇവിടെ സ്വന്തമായിട്ട് ഗസ്റ്റ് ഹൗസ് ഒക്കെ ഉണ്ടെങ്കിലും അവിടെയല്ലേ ഞങ്ങളുടെ വീടും ലൈഫും ഒക്കെ. എന്തായാലും തിരുവനന്തപുരത്തേക്ക് എന്റെ വീട്ടിലേക്ക് വന്നു കയറേണ്ട ആളല്ലേ താൻ. ഇതിപ്പോ കുറച്ച് നേരത്തെ വന്നൊന്ന് കൂട്ടിയാ മതി. അവിടെ എത്തിയാ പിന്നെ നമുക്ക് കാണാനും സംസാരിക്കാനും ഒക്കെ കൂടുതൽ ചാൻസ് ഉണ്ട്. തന്റെ ചേച്ചിക്ക് ഇവിടെ ഏതോ സ്കൂളിലായിരുന്നില്ലേ? പിന്നെന്തു പറ്റി? ഞാൻ എന്റെ സിറ്റുവേഷൻസ് ഒന്നും ഋഷിയോട് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഇവിടെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായി. ചേച്ചിയുടെ ജോലി നഷ്ടപ്പെട്ടു. തെളിച്ചു പറഞ്ഞ വീട് പോലും വിൽക്കേണ്ട ഒരവസ്ഥയായി. വീട് വെച്ച് കുറെ കടമുണ്ടായിരുന്നതൊക്കെ വീട്ടാൻ സാധിച്ചു. എനിക്കിവിടെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അച്ഛൻ ജനിച്ചു വളർന്ന സ്ഥലം, അച്ഛൻ ആശിച്ചു വെച്ച വീട് എല്ലാം പോയി. ഭാഗ്യത്തിന് ട്രിവാൻഡ്രത്തൊരു സ്കൂളില് വേക്കൻസി ഉണ്ടെന്ന് കണ്ട് ആപ്ലിക്കേഷൻ കൊടുത്തു. ഇന്റർവ്യൂ കഴിഞ്ഞ് അപ്പോയിന്റ്മെന്റും കിട്ടി. ഉടനെ ഇവിടെ നിന്നെല്ലാം കെട്ടിപ്പെറുക്കി പോണം. എന്റെ പാർട്ട് ടൈം ജോബും ഇതോടെ അവസാനിച്ചു എന്നും പറയാം. അവിടെ ഏത് സ്കൂളിലാന്നാ പറഞ്ഞേ? ശാരദാദേവി UP സ്കൂൾ. റിയലി? ആ. ഓ, വാട്ട് എ കോയിൻസിഡൻസ്. ഏ? എടോ, ശാരദാദേവി മെമ്മോറിയൽ സ്കൂളല്ലേ? ആ. ആരാ അതിന്റെ മാനേജ്മെന്റ് എന്നറിയോ? ഇല്ല. എടോ, അത് ഞങ്ങളുടെ ഫാമിലിയുടെ സ്കൂളാ, SMUPS. ഏ? ഭാവിയിൽ തന്റെയും കൂടെ അധികാരത്തിൽ വരാൻ പോകുന്ന സ്കൂളിൽ തന്റെ ചേച്ചിക്ക് ജോലി. ഇതെങ്ങനെ സംഭവിച്ചു എന്നാ? ആ, ഇനി ഏതായാലും ലേറ്റ് ആക്കണ്ട. നമ്മുടെ കല്യാണത്തെ പറ്റി തന്റെ വീട്ടിൽ അവതരിപ്പിക്കണം. പിന്നെ ഗോപികയ്ക്ക് അവിടെ വീടും ജോലിയും ഒന്നും അന്വേഷിച്ച് നടക്കേണ്ടി വരില്ല. ഞാനും വീട്ടിൽ സംസാരിക്കാം. സത്യത്തില് വീട് വിറ്റതും ചേച്ചിക്ക് ജോലി നഷ്ടപ്പെട്ടതും ഒക്കെ ഒരു കല്യാണാലോചനയുമായി ബന്ധപ്പെട്ട. ഇഷ്ടമില്ലാത്ത ഒരുത്തനുമായിട്ട് പ്രപ്പോസൽ വന്നപ്പോ ചേച്ചി അത് വേണ്ടെന്ന് പറഞ്ഞു. അതിന്റെ ഫലം ഇതല്ല. എനിക്ക് ഏറ്റവും വലുത് എന്റെ ചേച്ചിയാ. ചേച്ചിയുടെ വിവാഹം കഴിയാതെ എനിക്ക് കല്യാണക്കാര്യം പറയാൻ പോയിട്ട് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇതൊക്കെ ഗോപിക എന്നെ അന്യനായിട്ട് കാണുന്നതുകൊണ്ടുള്ള തോന്നല. ഏ, തന്റെ ചേച്ചി എന്ന് പറയുമ്പോ അത് എന്റെയും കൂടെ ചേച്ചിയല്ലേ. നമുക്ക് നല്ലൊരാളെ കണ്ടുപിടിച്ച് കെട്ടിക്കാന്നേ. അതോടെ നമ്മുടെ ലൈൻ ക്ലിയർ ആയി കിട്ടും. ഗോഡ് ഈസ് ഗ്രേറ്റ്. നമ്മൾ കണ്ടുമുട്ടി, അടുത്തു. താൻ ഇവിടുന്ന് എന്റെ സ്ഥലത്തേക്ക് തന്നെ താമസിക്കാനെത്തുന്നു. എന്താ അല്ലേ? ചേച്ചിക്ക് ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ജോലിയും കിട്ടുന്നു. ഈ കണക്ഷൻസ് ഒക്കെ ദൈവത്തിന്റെ പ്ലാൻ അല്ലേ? മുൻകൂട്ടി തീരുമാനിച്ച് നമുക്ക് വേണ്ടി പുള്ളി അങ്ങ് നടപ്പിലാക്കുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.